ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടുക്കിയിലെ ഇന്നത്തെ കാലാവസ്ഥ കേട്ടോ, തിരുവോണ ദിവസം രാവിലെ മഴയായിരുന്നു. രാവിലെ തന്നെ മഴ തുടങ്ങി, നല്ല അടിപൊളി മഴ. അതെ, ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ടല്ലേ. നല്ല രസമല്ലേ. ഇത് ഇടുക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയാണ് കേട്ടോ. നമ്മുടെ വെള്ളിലാങ്കണ്ടം പാലമാണ്, വെള്ളിലാങ്കണ്ടം മൺപാലം. അപ്പം നമ്മളെ ഇന്നലത്തെ പെരുമഴയായിരുന്നുകൊണ്ട് എങ്ങും പോകണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു. ഇന്നലെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ കട്ടപ്പന വീട്ടിൽ വന്ന് ലാൻഡ് ചെയ്തു. ഇപ്പൊ രാവിലെ നമ്മുടെ വെല്ലിച്ചനെ വെല്ലുമ്മയൊക്കെ കാണാൻ വേണ്ടിട്ട് ഓരത്തോടെ പോവാ. ഉച്ചക്കത്തെ ഊണ് ചാത്തന്റെ അമ്മച്ചടയും കൊടുത്തില്ല. നമ്മുടെ ഓണം പ്രമാണിച്ച് വെല്ലിച്ചനെ വെല്ലുമ്മയെ കാണാനുള്ള യാത്ര ഹൈറേഞ്ച് വഴി നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ആലടി എന്ന് പറയുന്ന സ്ഥലമാണിത്. ആലടി പെരിയാറിൻ്റെ തീരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഇത്രയും മഴ പെയ്തെങ്കിലും വലുതായിട്ട് വെള്ളം കൂടിയിട്ടില്ല അല്ലേ? വെള്ളമുണ്ട്, എന്നാലും വലിയ ശക്തമായ മഴയല്ലായിരുന്നു. ഇല്ല, അത്ര വെള്ളമില്ല. പക്ഷെ ഇവിടെ എല്ലാം അതിഭയങ്കരമായ കുഴികളുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ആൾക്കാരെ ഒക്കെ ഒത്തിരി പേര് ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പെരിയാറിൻ്റെ തീരത്തുള്ള കാഴ്ചകളാണ്. പാറക്കെട്ടുകളാന്ന് നോക്കി ആറിനകത്തൂടെ. അതെ, അതിനകത്തെല്ലാം ഒത്തിരി കുഴികളുണ്ട്. ഈ വെള്ളം അതിശക്തമായിട്ട് ഒഴുകി അതിനകത്ത് പരിചയമില്ലാത്ത സ്ഥലങ്ങളൊക്കെയാണ്. അവിടെ ഒന്നും പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാല്ലേ. ഒത്തിരി നേരം നിന്നാ ചിലപ്പോ മഴ പെയ്യും. ഉച്ചക്ക് ഊണ് മുന്നേ അങ്ങ് ചെല്ലണ്ടേ. അതെ, ആലടി ഗേറ്റ് എന്ന് എഴുതിയേക്കുന്നുണ്ടോ? ഞാനത് കണ്ടില്ല. അതിന് പുറകെ നല്ല ജമന്തിപ്പൂ വെള്ള കട്ടക്ക് നിൽക്കുന്നുണ്ടോ? അതാണ് കണ്ടത്. ഇത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടുന്ന് ലെഫ്റ്റ് തിരിയുന്ന ഒരു വഴിയുണ്ട് ഈ റോഡിൽ നിന്ന്. ഇത് കട്ടപ്പന ഏലപ്പാറ റൂട്ടാ. ഇതുണ്ട് ഈ ലെഫ്റ്റിലേക്ക്. ഇത് കണ്ടോ, ഈ കുരിശുപള്ളി കണ്ടോ, ഇതിലേ തിരിഞ്ഞു പോകുന്ന ഒരു വഴിയുണ്ട്. ഇത് ഈ ആനവിലാസം ഒക്കെ പോവാം. ആനവിലാസം കുമളി ഇതാണ് വഴി. ഇതിലേ പോവാം, മേരികുളത്തുനിന്നും പോവാം. ഇതിപ്പോ നമ്മൾ ചെല്ലുന്നത് ചപ്പാത്തിലോട്ടാണ് ചെല്ലുന്നത്. ചപ്പാത്തിലേ ഒരു പഴയ പാലം ഉണ്ടായിരുന്നു പണ്ട്. പണ്ട്. ഇപ്പം പുതിയ പാലമായില്ലേ? അത് കൊള്ളാലോ. പഴയ പാലത്തിന് പിന്നെ പഴയ പാലം ഒന്നുമില്ല പറയുന്നത്. അപ്പൊ പഴയ പാലം അന്ന് മഴക്കാലമൊക്കെ ആകുമ്പോഴേ ബസ്സുകളും മറ്റു വാഹനങ്ങളൊക്കെ പോകാൻ ഭയങ്കര പാടായിരുന്നു. ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാന്നറിയോ, ഞങ്ങൾക്ക് സ്കൂളിന് അവധി എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആ ഭാഗത്തുനിന്ന് വരുന്നവർക്കൊക്കെ ക്ലാസ് കാണും. ഈ ഭാഗത്തുനിന്ന് ടീച്ചർമാര് കൂടുതലും വരുന്നത്. ടീച്ചർമാരും കുറച്ചേ കാണുള്ളൂ, പിള്ളേരും കുറച്ചേ കാണുള്ളൂ. പണ്ടേ സ്കൂളിൽ പോകാൻ മടിയാ. നമ്മളെ നിർബന്ധിക്കുന്ന. അതെ, സ്കൂളിൽ പോകാൻ അല്ലേ. അപ്പൊ ഏതായാലും മഴയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെറിയൊരു തോർച്ച കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് തെളിവായിരിക്കും. ഒരു പിടുത്തമില്ല. ഇന്ന് തെളിവുള്ള സ്ഥലങ്ങൾ ആരൊക്കെ എവിടെയൊക്കെയാന്നൊക്കെ ആർക്കറിയാം. നമ്മൾ പോകുന്ന വഴി അവിടെ നല്ല മഴയായിരുന്നു. വീട്ടിൽ രാത്രി എല്ലാം മഴയില്ലായിരുന്നു. രാത്രി ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴയാ. അതെ, മഴ ഇല്ലെന്ന് പറഞ്ഞോളൂ, പിന്നെയും തുടങ്ങി. അവിടെയൊക്കെ കണ്ടോ, നല്ല സെറ്റ് ആയിട്ട് പെയ്യുന്നുണ്ട്. കണ്ടോ കണ്ടോ, പെയ്യുന്നുണ്ട്. ഇവിടേക്ക് എന്തേരം പാറ പൊട്ടിച്ചല്ലേ. കട്ടപ്പന കോട്ടയം റോഡേ നല്ല അടിപൊളി റോഡാക്കിയേ, വീതിയൊക്കെ നന്നായിട്ട് കൂട്ടി. പക്ഷെ എന്തേരം എന്നാ കല്ലാന്ന് നോക്കിയല്ലേ, കല്ല് നിക്കുന്നേ. ഈ സൈഡിലുള്ള റോഡ് സൈഡിലുള്ള വീട്ടുകാരുടെയൊക്കെ കാര്യമാണ് കഷ്ടം. കാരണം നേരത്തെ റോഡ് ലെവലിന് താമസിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 10 ആള് പൊക്കത്തില്ല ഹൈറ്റിലാണ് താമസിക്കുന്നത്. ലിഫ്റ്റ് ഒക്കെ വെച്ചും കുറെ സ്ഥലങ്ങളിലൊക്കെ മറ്റേ എന്നാ ഈ പൈപ്പ് കൊണ്ടൊക്കെ ഏണിയൊക്കെ ഉണ്ടാക്കി അതിലൊക്കെ വെച്ച ആൾക്കാർ വീട്ടിൽ കയറിക്കൊണ്ടിരിക്കും. അതൊക്കെ കൊള്ളാം. പക്ഷെ രാത്രിയിലെങ്ങാനും നേരത്തെ ഓർമ്മ വെച്ച് മുറ്റത്തോട്ട് വല്ല ഇറങ്ങിയെങ്കിൽ താഴെ റോഡിൽ കിടക്കും. ശകലം ഡീസൽ അടിച്ചോണ്ട് പോകും, അല്ലെ പിന്നെ മുണ്ടക്കയം ചെന്ന് ടൗണിൽ പോകണ്ടേ, ഇവിടുന്ന് കഴിച്ചോണ്ട് പോയേക്കാം. നമ്മള് ചപ്പാത്ത് എത്തി കേട്ടോ. ചപ്പാത്തൊക്കെ മഴ പെയ്തോണ്ടിരിക്കുന്നു. പഴയ ചപ്പാത്തല്ലടാ, ഇത് പുതിയ ചപ്പാത്ത്. ഇതാണ് പുതിയ ചപ്പാത്ത്, പുതിയ പാലം. ഇതിന് ഇച്ചിരി ഹൈറ്റ് ഉണ്ട്. പണ്ട് ഇവിടെ വേറെ ഡ്രൈവർമാരുണ്ടായിരുന്നു. അതായത് പരിചയമില്ലാത്ത വണ്ടിക്കാർ വരുമ്പം അക്കരെ ഇക്കരെ വണ്ടി കയറ്റി കൊടുക്കാനായിട്ട് ഇവിടെ ഉള്ള പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവര് നമുക്ക് പേടിയാണെങ്കിൽ അവർ വണ്ടി ഇക്കരെ കയറ്റി തരും. അതെന്നാന്ന് വെച്ചാൽ അന്നേരം ഈ വെള്ളം കയറി ഒഴുകുമ്പോഴേ നമുക്ക് പേടിയാകല്ലേ. വണ്ടി മറിഞ്ഞാലോ
പോയാലോ അല്ലോ അവര് ശരിയായി തരുമോ? അങ്ങനെ വണ്ടി പറഞ്ഞാൽ അവര് പോകത്തില്ല. ചാടി നീന്തി രക്ഷപ്പെടും, വണ്ടിയുടെ വഴിയെ പോകും. അപ്പൊ അതിനുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള അവരും കയറ്റി തരുന്ന അപ്പുറത്തോട്ട്. സപ്പോസ് സപ്പോസ് അങ്ങനെ ഒരു സപ്പോസ് ഒന്നും ഇല്ല. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നല്ല ധൈര്യമുള്ള ആളുകളാണ്. അപ്പൊ അവരെങ്ങനെയാലും അത് അവർക്കറിയാം, അവര് സ്ഥിരം കണ്ടോണ്ടിരിക്കുന്നല്ലേ. അപ്പൊ നിങ്ങൾ ആറ്റി പോകുമ്പോ ആറ്റി ചാടുവല്ലേ. അപ്പം വെയിലാന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് പരിചയമുള്ളതുകൊണ്ടല്ലേ. ആ. അല്ലാതെ ഇപ്പൊ ഒരാള് പരിചയമില്ലാത്ത ഒരാൾ വന്ന് ചാടിയാ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് വരുമല്ലേ. അപ്പം പരിചയമുള്ള ആളുകളാകുമ്പോൾ അവരത് നല്ല രീതിയിൽ ഇക്കരെ അക്കരെയൊക്കെ ആയിട്ട് കയറ്റി കൊടുക്കും. മഴ ആയതുകൊണ്ട് നല്ല രസമുണ്ടല്ലേ, മൊത്തം പച്ചപ്പ. വെയില അതിങ്ങനെ മാറി മാറി വരുന്നുണ്ട്, മഴയും വെയിലും ഒക്കെ. ഇന്ന് ഓണം ആയതുകൊണ്ടായിരിക്കുമല്ലേ രാവിലെ വലിയ ട്രാഫിക് ഇല്ല. അതെ, ഉച്ച കഴിയുമ്പോഴത്തേക്കിനും ട്രാഫിക് ആവുന്നു. ഇന്നലെ നല്ല ബ്ലോക്ക് ആയി. ആ, പക്ഷെ ഇവിടെയൊക്കെ കാണാൻ നല്ല അടിപൊളി രസമായി. അതെ, ഈ തേയിലക്കകത്തൂടെ ഈ മരം വെച്ച് പിടിപ്പിച്ചേക്കുന്നതേ എല്ലാം ഒരു 7 വർഷം കൊണ്ടൊക്കെ വെട്ടി വിൽക്കാനുള്ള മരങ്ങളായത്. അപ്പൊ തേയിലക്കകത്ത് മൊത്തം ഇതൊരു ഇടവിളയായിട്ട് അങ്ങ് കൃഷി ചെയ്യുമായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി വെച്ചിട്ടുണ്ട്. പനയല്ല, അതൊരു തടിയെടുക്കുന്ന മലവേപ്പെന്നും പറഞ്ഞൊരു സാധനം. പനയോ? പന ഈന്തപ്പനയല്ലത്, അതാണ് എണ്ണപ്പന. പാമോയിലിന്റെ പനയാണത്. ഇതിന്റെ കായാണ് പാമോയിലായിട്ട് പ്രോസസ് ചെയ്ത് വരുന്നത്. പിടുത്തം കിട്ടിയോ? ആ, ഇവിടെ ഇതൊക്കെ വെച്ചപ്പോഴത്തേക്ക് നല്ല അടിപൊളി വ്യൂ അല്ലേ. ഇത് അതിന്റെ താഴ്വശത്ത് ആ പാലം ചേർന്നുള്ള വശല്ലേ. ഏത് പാലമാ? കരിന്തരുവിയോ? എന്നാലും ഇടുക്കിയുടെ ഒരു പ്രകൃതി ഭംഗി നല്ല രസമാണ് അല്ലേ. അടിപൊളി. പോപ്പി കുഞ്ഞിയൊക്കെ ഈ പുതിയ പാലത്തെ വഴിയല്ലേ പോയിട്ടുള്ളൂ. ഈ പുതിയ പാലം വരുന്നതിന് മുന്നേ ഇതാണ് കരിന്തരുവി പാലം. ആ വലത്ത് കണ്ടോ ഒരു വഴി കണ്ടോ? ഇതായിരുന്നു പണ്ട് പൊക്കോണ്ടിരുന്നത്. ബസ്സും കാറും ഒക്കെ പൊക്കോണ്ടിരുന്നത്, അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളെല്ലാം പൊക്കോണ്ടിരുന്ന ആ വഴിയായിരുന്നു. ഈ വഴി അതിലെ ഇതിനപ്പുറത്ത് വന്ന് കയറും. ഈ വഴി പോയിട്ടില്ലല്ലോ, പഴയ പാലം കണ്ടിട്ടും ഇല്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, അതിലേ പോവാം കേട്ടോ. പിന്നെ അതിലേ പോകും. ഇപ്പം നമ്മളെല്ലാരും എളുപ്പത്തിന് പുതിയ പാലം വഴിയല്ലേ പോകുന്നത്. നമുക്ക് പഴയ പാലം വഴി ഒന്ന് പോയി നോക്കാം. കരിന്തരുവി പാലം. ശരിക്കും ഈ വളഞ്ഞുള്ള വഴിയെല്ലാം നേരെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെയല്ലേ. ഈ പാലം വഴി ഇപ്പൊ ഈ നാട്ടുകാര് ഇവിടെ ഉള്ള ആളുകൾ മാത്രമേ പോകുന്നുള്ളൂ. അതായത് സിംഗിൾ പാലമാണ്, വളരെ വീതി കുറവ്. ഒരു ബസ് കഷ്ടി പോകാനുള്ള വീതിയേ ഉള്ളൂ, അത്ര ഉള്ള സ്ഥലവും ഉള്ളത്. ഏതാ ഇതോ? ആ, ഇതായിരുന്നു പഴയ കരിന്തരുവി പാലം. ബസ്സൊക്കെ വരുന്നത് അതില്ലായിരുന്നു, ഇതേ ഉള്ളായിരുന്നു പോകാനുള്ള വഴി. ഇല്ല, ഇതാണ് പഴയ പാലം. നമ്മൾ ഓർക്കുമ്പോഴേ ശരിക്കും ഈ റോഡ് വീതി കൂട്ടുന്നതിന് മുമ്പ് ഇത്രയും വീതി ഉള്ളായിരുന്നു. മുണ്ടക്കയം വരെ ഈ റോഡിന്. ഈ കഴിഞ്ഞ കുറച്ചല്ലേ വീതി കൂട്ടി പണിയാൻ തുടങ്ങിയിട്ട്. ആ താഴെ ചെല്ലുമ്പോഴത്തേ ആ വലിയ വളവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇത്ര ഉള്ളായിരുന്നു. ബസ് വരുന്നു പുതിയ പാലത്തെ വഴി കണ്ടോ. ഇതുവഴി പോകാൻ പറയായിരുന്നു. കരിന്തരുവി. ഇപ്പൊ ഓർക്കുവേ ഇത്രയും വീതിയുള്ള റോഡ് പോകുമ്പോ ഓർക്കും അന്ന് എങ്ങനെ ഈ വഴിയെ പോയെന്നല്ലേ. കരിന്തരുവിയൊക്കെ കഴിഞ്ഞേ ഈ സ്ഥലത്തിന്റെ പേരെന്നാന്നറിയാവോ? ഇതാണ് ഏറുംപടം. ഏറുംപടം എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇതിലെ റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്, ഇതുണ്ടോ ഈ വഴി. ഈ വഴിയും പിന്നെ ഈ വളം അങ്ങ് തിരിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്. ആ രണ്ട് വഴിയും വാഗമൺ റൂട്ടിലോട്ടാണ് ചെന്ന് കയറുന്നത്. വാഗമണ്ണ് പോകുന്ന വഴികളായി കിടക്കുന്നൊക്കെ. ഇത് കണ്ടോ വാഗമണ്ണ്. ആ, ഇതിലാ നമ്മൾ അന്ന് വന്നത്. ചീന്തലാറ്, പശിപ്പാറ, വാഗമണ്ണൊക്കെ ആ വഴിക്കാണ് പോകുന്നത്. ഇതുകൊണ്ടാണ് ഈ ഇവിടുന്നേ ഈ ഏറുംപടം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടങ്ങ് ചെല്ലുമ്പോഴത്തേക്കിനും രണ്ട് വളവ് തിരിയുമ്പോഴത്തേക്കിനും ഒരു വലിയ പള്ളിയൊക്കെ പണിതിട്ടുണ്ട്. എന്താ എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ. ഇതാണ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെയാ. ആ പള്ളി കഴിയുമ്പോഴേ തന്നെ 4 മൈലായി കേട്ടോ. ഈ 4 മൈലിൽ നിന്ന് അതുകൊണ്ട് ആ വലത്തോട്ട് കിടക്കുന്ന വഴിയുണ്ടോ, അതും വാഗമണ്ണിനുള്ള വഴിയാണ്. ഇത് നേരെ മുണ്ടക്കയം
ഏലപ്പാറ ഒക്കെ പോകും. പെട്ടെന്ന് ചെല്ലും, പക്ഷെ ആ വഴി മൊത്തം പോയി കിടക്കുക. ആ വഴി ആ വഴി പോകുന്നത് കുറെ സ്ഥലം, ഒരു 4-5 കിലോമീറ്റർ മോശമാണ്. പിള്ളേരൊക്കെ ബൈക്കേലേ ഓണത്തിന് പറന്നു പോകുന്നു. ഓണമാണെങ്കിലും ബസ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ബസ് ഓടും, ബസ് ഓടാതിരിക്കത്തില്ല. ബസ് മിക്കവാറും ഉള്ള വണ്ടികളെല്ലാം ഓടുന്നു. അതൊക്കെ പതുക്കെ ട്രാഫിക് ആകാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. ടൗണിലൊക്കെ ഉള്ളവരെ സമ്മതിക്കണം കേട്ടോ. ഇപ്പം മുമ്പേ ഫോണിൽ നോക്കിയപ്പോൾ കിടക്കുന്ന കണ്ടേ, പിന്നെ എറണാകുളം തൃശ്ശൂർ റോഡൊക്കെ ഫുൾ ബ്ലോക്കാന്നാ പറയുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്കൊക്കെ എന്നതല്ലേ, എന്നാ സുഖമോ വണ്ടി ഓടിക്കാൻ. നമ്മള് ടൗണിന്റെ യാതൊരു ബുദ്ധിമുട്ടും അറിയുന്നില്ലല്ലോ. ടൗണിന്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയത്തില്ല. അത് മാത്രമല്ല, ടൗണിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാനും പറ്റത്തില്ല. അതുപോലെ ട്രാഫിക്കും ഒക്കെ വരുമ്പോഴത്തേക്കിനുവേ കണ്ടോ, അവിടെ മേള് കണ്ടോ, മഞ്ഞ് മൂടി നിൽക്കുക മലകളൊക്കെ. ആ ഭാഗം മഴയാ കേട്ടോ. ഉണ്ടോ, ഏലപ്പാറ ഭാഗമൊക്കെ മഴയാ. ഇപ്പൊ മഴയാവുന്നുണ്ട്. ഓണാഘോഷ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും കേട്ടോ. അതുണ്ട്. ആൾക്കാര് ആഘോഷിക്കട്ടെ, ഓണമല്ലേ. കൂടിയാലോ കുഞ്ഞി, ടൈവർക്കിനൊക്കെ കൂടിയാലോ. വലിയ ട്രോഫിയൊക്കെ ഇരിപ്പുണ്ട് അവിടെ. കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞിക്ക് ഒരു പ്ലേറ്റ് കിട്ടിയത് അല്ലെ, മഞ്ഞ പ്ലേറ്റ്. ഞാൻ എല്ലാ തവണയും ജയിക്കുമായിരുന്നു. പ്ലേറ്റ്, പിന്നെ അങ്ങനെ കൊറേ പാത്രം, അങ്ങനെ കൊറേ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ കിട്ടിയതൊക്കെ എന്തി? കിട്ടിയതൊക്കെ തവളയാട്ടം, ടൈവർക്ക് അമ്മയുടെ കൊണ്ട് കൊടുക്കും. അതൊക്കെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അതെല്ലാം കട്ടപ്പന വീട്ടിൽ വെച്ചേക്കും. എന്നാ അവിടെ ആയിരിക്കും കൂടുന്നത്. അവിടെയല്ലേ ഓണാഘോഷ പരിപാടി കൂടുതൽ. ഇത്തവണ മഴ ആയതുകൊണ്ട് ഇല്ലായിരുന്നു ഇവിടെ. അങ്ങോട്ട് നോക്കി, നല്ല അടിപൊളി മഴ, സൂപ്പർ മഴ കണ്ടോ. മലകളെല്ലാം മൊത്തം. നമുക്ക് ചിലപ്പോഴേ ഇങ്ങനെ ഈ റോഡിന്റെ പകുതി അപ്പുറത്തോട്ട് മഴ ഒരു ലൈൻ പുഴ പെയ്യും. അപ്പുറത്തെ മഴ ഇപ്പുറത്തെ മഴയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഇറങ്ങിയെടുക്കണം. ബോർഡർ അല്ലേ, മഴയുടെ ബോർഡർ. മഴ ബോർഡർ അത് കണ്ടോ, ആ സൈഡ് കണ്ടോ ഫുള്ള് മഴയല്ലേ. കണ്ടോ ആ മലയുടെ മേളുവശം എല്ലാം കണ്ടോ, മൊത്തം മഞ്ഞും ആയി, മഴയായി. നല്ല അടിപൊളിയല്ലേ, കാണാൻ അടിപൊളിയാ. പക്ഷെ ഓണത്തിന് മഴ പെയ്യുന്നപ്പോ ഓരോ കാലഘട്ടങ്ങളല്ലേ. ഈ താഴെക്കൂടെ കാണുന്ന വഴിയില്ലേ, ഏലപ്പാറയിന്ന് വാഗമണ്ണിലുള്ള വഴിയാ. നല്ല അടിപൊളി തേയിലത്തോട്ടമല്ലേ. നല്ല സീനറി. മഴ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടല്ലേ, ചെറിയൊരു കുറവുണ്ട്. ഈ മേളി കാണുന്ന ആ സ്ഥലം കണ്ടോ, അത് കണ്ടോ, അതായത് ആ മഞ്ഞ് മൂടി കിടക്കുന്ന കണ്ടോ, ആ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലം. അതിന് മേളിൽ കൈലാസപ്പാറ എന്നും പറഞ്ഞൊരു സ്ഥലമാണ്. എപ്പോഴും വേനൽക്കാലത്തും ഏതാണ്ട് ഇതേ ക്ലൈമറ്റാ, മഞ്ഞ് മൂടി നിൽക്കും. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഒരു പ്രാവശ്യം നമുക്ക് അവിടെ പോണം. കൊറേ നാളായി പറയാൻ തുടങ്ങിയിട്ട്. ഇതിലെ എന്ന് വരുമ്പോഴും പറയും പോണോന്നല്ലേ. പോണോന്ന്. ഇത് നമുക്ക് തിരിച്ചു വരുന്ന വഴിക്കോ അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴേലും ഒരു ദിവസം നമുക്ക് പോവാം. അപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഉച്ച കഴിയുമ്പോഴത്തേക്കിനും നല്ല അടിപൊളി കാലാവസ്ഥ ആവും തോന്നുന്നു അല്ലേ. അവിടെ നല്ല മഴയായിരിക്കും. ആറ്റി പോവാം. കുഞ്ഞ് ആറ്റി പോകാൻ വേണ്ടിട്ടായി ഓടുന്നത്. അതെ അല്ലേ. എന്നാ പോവാൻ സമയം കളയണ്ട. പിന്നെ അടുത്ത യുവമാർ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്നാ ചെയ്യും അല്ലേ. അയ്യോ, അങ്ങോട്ട് ഇവിടെ ഒരു കുഞ്ഞു നിക്കുന്നത്. ഇതിപ്പോ ഉണ്ടായതെങ്ങാണ്ടുള്ളൂ. രണ്ട് ടിൻസാ കേട്ടോ, രണ്ടുപേരുണ്ട്. ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ കിടക്കും. ഇത് സ്പീഡിലൊക്കെ അതിനറിയോ, ഈ ടാറിങ്ങിന് ചൂടുണ്ടല്ലോ ഉണങ്ങുമ്പോ, അതുകൊണ്ട് കയറി കിടക്കുന്ന. നല്ല ഇറക്കം കൂടെ ആയതുകൊണ്ട് ഇടുക്കിയിൽ മൊത്തം വെള്ളച്ചാട്ടങ്ങളാണ്. നല്ല രസമല്ലേ ഈ വഴി കാണാൻ. നേരത്തെ ഇവിടെ ഒന്നും വീതിയില്ലായിരുന്നു, അപ്പൊ വണ്ടിയൊന്നും നിർത്താൻ പറ്റിയല്ലായിരുന്നേ. ഇപ്പൊ കണ്ടോ, ഇപ്പം എവിടെ വേണം നമുക്ക് വണ്ടി നിർത്താനത്ര വീതിയുണ്ട്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. സൂപ്പറല്ലേ. ഏതാണ്ടൊക്കെ തീരാറായി, കുറച്ചിടയൊക്കെ ഉള്ളു ഇനിയും തീരാൻ. അങ്ങനെ നമ്മൾ പള്ളിക്കുന്ന് വന്നു കേട്ടോ. പള്ളിക്കുന്ന് കുട്ടിക്കാനത്തിന് തൊട്ട് മുന്നുള്ള സ്ഥലമാണ്. കുട്ടിക്കാനത്തിന് മുന്നേ. ഭയങ്കര ഇഷ്ടമാണോ ഈ സ്ഥലം? ഇവിടെ കാണാൻ നല്ല രസമല്ലേ. ഇത് കണ്ടോ ഈ ഒരു സംഭവം കണ്ടോ, ഒരു സെന്റ് ജോർജ് CSI ചർച്ച് എന്നും പറഞ്ഞു കണ്ടോ. ബ്രിട്ടീഷുകാരനായ ഒരാളും പിന്നെ അദ്ദേഹത്തിന്റെ കുതിരയൊക്കെ ഇതിനകത്ത് അടക്കം ചെയ്തിട്ടുണ്ട്. നമുക്ക് സമയമുള്ളപ്പോ ഒരു സ്ഥലത്ത് ഇന്നാളൊരു പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ കേറിയായിരുന്നു. പക്ഷെ നമുക്ക് അന്നേരം വീഡിയോ ഒന്നും എടുക്കുന്നില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ ഒരു ദിവസം നമുക്ക് വന്ന് കയറാം. കുറെ സമയം വേണം അതിനകത്തൂടെ ഒന്ന് കയറി കണ്ടു പോകണമെങ്കിൽ അല്ലേ. ഒരു ദിവസം ഓർത്തോണം കേട്ടോ കുഞ്ഞി.
ഇതിനകത്തൊക്കെ ഒന്ന് കയറണം. കൊണ്ട് ആൾക്കാരൊക്കെ ഒത്തിരി പേര് നിൽപ്പുണ്ട് കേട്ടോ. ആളുണ്ട്. തിരിച്ചു വരുമ്പോ സമയമുണ്ട് കേറാം. ഇവന്മാര് പിന്നെയും വന്നു. ഇവന്മാര് ഇച്ചിരി മര്യാദക്കാരാ കേട്ടോ. വഴി സൈഡിലാണ്. അവർക്കെല്ലാം കമ്മലും നമ്പരും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മറ്റേ ടോള് വെക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ അല്ലേ? അതെ 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 അതെ. കുഞ്ഞേ, നമ്മള് കുട്ടിക്കാനമായിട്ടുണ്ട് കേട്ടോ. കുട്ടിക്കാനം മെരിയൻ കോളേജ് കുട്ടിക്കാനം ആവുമ്പോഴാ കുഞ്ഞിക്ക് വിശക്കുന്നത്. അതെ അതെ. ഓപ്പൺ കിച്ചണും തേയിലയൊക്കെ അടുക്കുമ്പോ അതെ അല്ലേ? ചെറിയൊരു വിശപ്പല്ലേ? നല്ല മണം ഇങ്ങനെ അടിക്കും. കുട്ടിക്കാനം എന്താണേലും നിനക്ക് ഒരു സാധനം ഞാൻ വാങ്ങിച്ചിരുന്നത്. ഇന്ന് പക്ഷെ നിങ്ങൾ നേരത്തെ കഴിപ്പിച്ചു. അത് ഞങ്ങളേ ഇതെനിക്കറിയായിരുന്നു. അതുകൊണ്ട് അതിനെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം ഫുഡ് കഴിപ്പിച്ചു കേട്ടോ. കുട്ടിക്കാനം വന്നപ്പോ കണ്ടോ മൊത്തം ഫുൾ മഞ്ഞായി. മഞ്ഞാന്ന് നോക്കി. അച്ഛേ, വെയിലിന് വരാതിരിക്കാനും പറ്റത്തില്ല. മഞ്ഞാണെങ്കി ഇവിടെ ഉള്ളതുമായി പോയി. ഇതിപ്പോ ഓണം പൊളി മൂടായി അല്ലേ? അതെ അതെ. ഈ കാലാവസ്ഥ ഏതായാലും ഓണത്തിന് വേറെ ഒരിടത്തും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ഞി തേയിലയും അതൊന്നും ഇന്ന് ഓപ്പൺ അല്ല കേട്ടോ. ഓപ്പണൊക്കെ അവർക്കൊരു ഓണം വേണ്ടേ? എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നാ മതിയോ? അതെല്ലേ? ഈ റൈറ്റ് സൈഡിൽ കൂടെ പോയ അമ്മച്ചിക്കൊട്ടാരത്തിൽ പോവാം. ഇടയ്ക്കൊരു ദിവസം പോവാം കേട്ടോ. ഇന്നിപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ ആറ്റിലൊക്കെ പോയി ചാടി തകർത്തേക്കാം. ഈ വളവ് കണ്ടോ കുഞ്ഞി? ഈ വളവിന് മിക്കവാറും വണ്ടികൾ വന്നിട്ട് രാത്രിയിലൊക്കെ വരുന്ന വണ്ടികൾ ഈ വന്നിട്ട് അവിടെ ആക്സിഡന്റ് ആവുന്ന. നാളൊരു കഴിഞ്ഞ ഇടയ്ക്ക് ഒരു തേങ്ങായും കൊണ്ട് വന്ന ലോറി മറിഞ്ഞു. പിന്നെ അതിന് മുന്നേ ഒരു പ്രാവശ്യം കാളയും കൊണ്ട് വരുന്ന ലോറിയുണ്ട്. അത് മറിഞ്ഞിട്ട് ഒരു 10-30 കാളയെല്ലാം കൂടെ താഴെ വീണ. അങ്ങനെ നമ്മൾ വളഞ്ഞാങ്ങാനം വന്നു കേട്ടോ. ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ. വെള്ളമുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ നിൽപ്പുണ്ട്. ഓണം ആയതുകൊണ്ട് ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നവരെല്ലാം ആഘോഷിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എല്ലാരും നിർത്തി ഫോട്ടോഷൂട്ട് പരിപാടി എല്ലാം ഉണ്ട്. നല്ല രസമുണ്ടല്ലേ? നമുക്ക് ഇറങ്ങണോ? വേണ്ടല്ലേ? നമുക്ക് ഇറങ്ങണം. നമുക്ക് സമയം പോകും. നമുക്ക് പോയേക്കാം. ഓണം ആയിക്കൊണ്ട് ആൾക്കാരെല്ലാം അവധിയുള്ളപ്പോഴല്ലേ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും അതിലൊക്കെ ആയിട്ട് യാത്രയിലാണ്. ഇഷ്ടം പോലെ വണ്ടികളാകട്ടോ ഇന്ന് ഈ ഓണം അവധിയൊക്കെ ആയതുകൊണ്ട് ഇടുക്കിക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തേരം ആൾക്കാരെ ഇടുക്കിക്ക് കയറുന്നതെന്ന്. എല്ലാവരും താഴെ നിന്നുള്ള ചൂടെല്ലാം മതിയാക്കി ഇടുക്കിയിലെ തണുപ്പ് ആസ്വദിക്കാനായിട്ട് വരുന്നതാന്ന് തോന്നുന്നു അല്ലേ? താഴെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഒരു കോളേജ് ഉണ്ടോ. അവിടെ നല്ല രസമാണ് കാണാൻ. ഈ മഴ അങ്ങ് പെയ്ത് കഴിഞ്ഞാൽ അന്നേരം മുകളിലേക്ക് മഞ്ഞ് വരാൻ തുടങ്ങും. ഹൈറ്റുള്ള സ്ഥലങ്ങളിലേക്ക് താഴെ ഭാഗത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് മഞ്ഞ് കയറും. താഴത്തെ ആ കോളേജ് ഒരു പെരുവന്താനത്ത് ഒരു കോളേജില്ലേ, സെന്റ് ആന്റണീസ് കോളേജിന്റെ ഒക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ താഴേക്ക് നല്ല അടിപൊളി വ്യൂ ആണ്. കോളേജിന്റെ അവിടെ കയറി ചെന്നിട്ട് മേളിൽ പോണം ടെറസില്. എന്നിട്ട് താഴോട്ട് നോക്കണം. അത് കൊള്ളാലോ. നല്ല രസം. അമ്മു അവിടെയല്ലേ പഠിച്ചേ? അപ്പൊ അമ്മു പറഞ്ഞിട്ടുണ്ട് നല്ല രസമാണ് അവിടെ കയറിയിട്ട്. അതെല്ലേ? ആ റോഡ് നല്ല അടിപൊളി. ആ റോഡിന്റെ അവിടെ നിന്നാലും താഴോട്ട് നല്ല വ്യൂ ആ. താഴെ TR&D എസ്റ്റേറ്റിന്റെ അവിടെ ആ റബ്ബറും എല്ലാം വെട്ടിയിട്ട് കൈതയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പുതിയ റബ്ബർ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. അത് നല്ല അടിപൊളി സെറ്റപ്പ് സ്ഥലമാണ് കാണാൻ. ഇപ്പം നമ്മൾ കുട്ടിക്കാനം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് പണ്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പെരുവന്താനം ആയില്ല. അതിന് മുന്നേ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. പണ്ട് ഞങ്ങൾ ലോറി ചേസും ഒക്കെ എടുത്തോണ്ടേ ഒരു പ്രാവശ്യം ബോഡി ചെയ്യാനായിട്ട് ഇതിലെ വന്നപ്പോൾ ഈ വരുന്ന ഇവിടെ ഉരുള് പൊട്ടി. ഇവിടെ ഈ വരുന്ന ആ തോട് കണ്ടോ, അവിടുന്ന് ഉരുള് പൊട്ടിയിട്ട് ഇവിടെ ഫുള്ള് എല്ലാം ബ്ലോക്ക് ആയിട്ട് കിടക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഇവിടെ കിടന്നിട്ട് അതെല്ലാം മാറ്റി കഴിഞ്ഞിട്ടൊക്കെയാണ് പോയത്. ഇപ്പം നമ്മൾ ചെല്ലുന്നത് പുല്ലുപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പുല്ലുപാറ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ആയിരുന്നേ നേരത്തെ. ഇപ്പം വലിയ കാര്യമായിട്ടൊന്നും അത് പ്രവർത്തിക്കുന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും ഓപ്പണിങ് ഉണ്ട്, ചെക്ക് പോസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. എന്നാലും മിക്ക വണ്ടി ഇവിടെ നിർത്തും അല്ലേ? ഇവിടെ നിർത്തുന്നത് എന്നാണെന്നറിയോ? ഇവിടെയും മേളിൽ വളഞ്ഞാങ്ങാനത്തും ഒക്കെ പണ്ട് മുതലേ വാഹനങ്ങൾ നിർത്തുന്ന സ്ഥലങ്ങൾ. അതായത് നേരത്തെയൊക്കെ ഈ ജീപ്പുകളൊക്കെ വരുമ്പോഴേ ഈ കയറ്റം കയറി ഇതാണോ, ഇതാ ചെക്ക് പോസ്റ്റ്. കയറ്റം കയറി വരുമ്പോഴേ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഒക്കെ വണ്ടി, ഇപ്പോഴത്തെ വണ്ടികൾക്കല്ലേ തണുപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അഡ്വാൻസ് ടെക്നോളജി ആയില്ലേ. പണ്ടത്തെ വണ്ടികൾ അങ്ങനല്ല. ഇവിടെയൊക്കെ കയറി വരുമ്പോഴത്തേക്കും ഇത്ര ഓടുമ്പോഴത്തേക്കിനും എഞ്ചിനൊക്കെ കണ്ടമാനം ഹീറ്റ് ആവും. അപ്പൊ ഇവിടെയൊക്കെ കൊണ്ടുവന്ന വണ്ടി നിർത്തി ഒരു ചായ ഒക്കെ കുടിച്ച് റേഡിയേറ്ററൊക്കെ വെള്ളമെല്ലാം ഒഴിച്ച് തണുപ്പിച്ച്
പിന്നെ അടുത്താണ് വണ്ടി, പിന്നെ നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പം പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. എന്നാലും നമ്മൾ എപ്പോഴും ഇതിലെ വരുമ്പോ അവിടെ കുറെ വണ്ടികൾ നിർത്തിയിട്ടേക്കുന്നതാണ്. അതുകൊണ്ട് നിർത്തി ആയിപ്പോയതാ. നല്ല കടകളുള്ളതുകൊണ്ടായിരിക്കും. ചായയൊക്കെ കുടിച്ച് പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പയ്യെ അങ്ങ് പോന്നാ. എന്നാണല്ലോ ഇതിലേ വരുന്ന ഒരു സുഖം വേറെ എങ്ങും പോയാൽ കിട്ടുകയല്ലേ. അതിനാന്നറിയോ, കോരത്തോടിന് പോവുകയാണല്ലോ എന്ന് ഓർത്തിട്ടുള്ള സന്തോഷം. ആണോ? നാട്ടിലോട്ട് പോകുന്നതിന്റെ സന്തോഷം അല്ലേ? അതാ. തിരിച്ചു വരുമ്പോഴും ഈ സന്തോഷ സുഖം ഉണ്ടോ? ചാച്ചനെ അമ്മച്ചിയൊക്കെ കണ്ടോടാ, ആ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ. കണ്ടോ സന്തോഷം കണ്ടിരിക്കും. കൂട്ടുകാരെയൊക്കെ കാണത്തില്ലേ, അതുകൊണ്ടാണ്. അതെ അതെ, നിറം മാറുന്ന മാറ്റം കണ്ടോ, എന്ത് പെട്ടെന്ന്. കണ്ടോ ഇതുണ്ടല്ലോ, ഇത് നമ്മള് ഇവിടുത്തെ പെരുവന്താനത്തെ കോളേജുണ്ട്, സെന്റ് ആന്റണീസ് കോളേജിന്റെ വാതക്കൽ നിൽക്കുമ്പം അവന് താഴോട്ട് കാണുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇതാ കോളേജ് മേളിലത്തെ. ഇവിടെ നിന്ന് താഴേക്ക് അതുകൊണ്ടോ ടിആർ&ടി എസ്റ്റേറ്റുകളൊക്കെയാണ് കാണുന്നത്. ഈ എസ്റ്റേറ്റിനകത്ത് മൊത്തം പുതിയ പഴയ മരങ്ങൾ, റബ്ബർ മരങ്ങൾ വെട്ടിയിട്ട് പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടോ അവിടെ കണ്ടോ കൈതയൊക്കെ വെച്ചേക്കുന്നത്. ഇതെല്ലാം മൊത്തം പൈനാപ്പിളിന് ഇടവഴി മൊത്തം റബ്ബറും വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലങ്ങളല്ലേ. മുണ്ടക്കയത്തിൻ്റെ കവാടമായ 35-ലുള്ള MMT ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹോസ്പിറ്റലാണ്. മെഡിക്കൽ ട്രസ്റ്റ് അല്ലേ? മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. റബ്ബർ ആയിരുന്നു ഇവിടെ ഫുള്ള്, ഇത് കാണത്തില്ലായിരുന്നേ. റബ്ബർ എല്ലാം വെട്ടി കഴിഞ്ഞപ്പോ നല്ലപോലെ പഴയ റബ്ബർ എല്ലാം വെട്ടി കളഞ്ഞിട്ട് അവരിപ്പോ പുതുതായിട്ട് പ്ലാന്റ് ചെയ്തേക്കുക. പക്ഷെ താഴെ കൂടെ മറ്റേ പൈനാപ്പിൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസം കാണാൻ, അവിടെ ഒക്കെ കാണാം. അത് കണ്ടോ, അത് പൈനാപ്പിളാണ്. അങ്ങനെ നമ്മൾ ഹൈ റേഞ്ചിൽ നിന്നും ലോ റേഞ്ചിലെത്തി കേട്ടോ. ഹൈ റേഞ്ചിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുണ്ടക്കയത്തിനടുത്ത് 35 മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് മുണ്ടക്കയം ടൗണിൽ പോകാതെ തന്നെ ഇവിടെ തിരിഞ്ഞ് കയറി പോകാം കേട്ടോ. കോരത്തോട് ഇത് വണ്ടമ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുന്ന വഴിയാണ് ഇത്. ഈ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ചെറിയൊരു വഴിയാണ്. ഇതിലെ പോയി കഴിഞ്ഞാൽ ടൗണിലൊന്നും പോകാതെ നമുക്ക് പെട്ടെന്ന് ഒരു 1.5 കിലോമീറ്റർ കൊണ്ട് നമുക്ക് 2 കിലോമീറ്റർ കൊണ്ട് നമുക്ക് മുണ്ടക്കയം കോരത്തോട് റൂട്ടിലോട്ട് ചെന്ന് കയറാം. കണ്ടോ ഇത് കണ്ടോ, ആ മേളിൽ കണ്ടോ അതൊരു ചെക്ക് ഡാമുണ്ട് അവിടെ കണ്ടോ, നല്ല രസമല്ലേ. അങ്ങനെ നമ്മൾ വണ്ടമ്പതാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കേട്ടോ. നമ്മൾ 35 മൈലിയും തിരിഞ്ഞ് വണ്ടമ്പതാലിലെത്തി. വണ്ടമ്പതാൽ എന്ന് പറഞ്ഞാൽ ആ വലത്തുനിന്ന് വരുന്ന വഴിയുണ്ടോ, വലത്തുനിന്ന് വരുന്നത് കണ്ടോ, ഇതാണ് മുണ്ടക്കയത്തുനിന്ന് വരുന്ന വഴി. ഈ ലെഫ്റ്റിലേക്ക് പോകുന്നത് കോരത്തോട്. ഈ കോരത്തോടിന് ഒരു പ്രത്യേകതയുണ്ട്, എന്നാണെന്നറിയാവോ? കോരത്തോട് 4 സൈഡും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് കോരത്തോട്. അതിനെപ്പറ്റി വലിയ ധാരണയുണ്ടോ? ഇല്ലല്ലോ. ചെറുപ്പത്തിലേ ഇവിടുന്ന് ചാടിപ്പോയതല്ലേ നിങ്ങളെ കൊണ്ട്, അപ്പം അതുകൊണ്ട് വലിയ ഓർമ്മയൊന്നും കാണത്തില്ല. നമ്മൾ ഇതിലേ വന്നാലും ഈ പുഞ്ചവയൽ വഴി വന്നാലും കാളകെട്ടി വഴി വന്നാലും എല്ലാ സൈഡും വനമാണ്. റിസർവ് ഫോറസ്റ്റുകളുണ്ട്. അതിനകത്തൂടെ നമുക്ക് കോരത്തോടിനോട്ട് വരാൻ വഴിയുള്ളൂ. ഈ വണ്ടമ്പാലിൽ നിന്ന് അങ്ങോട്ട് കയറുന്നത് തന്നെ നമ്മൾ അതിമനോഹരമായ തേക്കിൻ കൂപ്പിലേക്കാണ് കയറുന്നത്. തേക്കിൻ കൂപ്പ് ഇതൊക്കെ കോരത്തോണ്ട് പോകുന്ന വഴിക്കുള്ള നല്ല വൈബാണ്. കണ്ടോ കണ്ടോ കണ്ടോ, വനമായില്ലേ. ഇതിലാണ് ശബരിമല സീസണൊക്കെ ആകുമ്പോഴത്തേക്കിനും അയ്യപ്പന്മാരൊക്കെ വന്നു പോകുന്ന സ്ഥലങ്ങളാണ്. പണ്ടൊന്നും ഈ എന്നാ പറയുന്നത്, ഈ സ്ഥലങ്ങളെല്ലാം വെട്ടിയെടുത്ത ആളുകൾ പണ്ട് കുടിയേറ്റ സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ മൃഗങ്ങളുടെ ശല്യം അതുപോലായി. എല്ലാം സർക്കാർ തേക്ക് പ്ലാന്റേഷനാണ്. ഇതൊക്കെ നാട്ടുകാർ വെട്ടിയെടുത്ത സ്ഥലങ്ങൾ അന്നത്തെ കാലത്ത് ഫോറസ്റ്റുകാർ തേക്ക് വെച്ചെടുത്ത. എങ്ങനെയുണ്ട് കുഞ്ഞി? നല്ല രസമായി തേക്കും കൂപ്പിനകത്തൂടെ പോകാനെ. പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സമയത്ത് ഇതിലൂടെ പോകാൻ. കല്യാണത്തിന്റെ സമയത്തുണ്ടല്ലോടാ, കല്യാണത്തിന്റെ സമയത്ത് അവിടെ അമ്മയുടെ വീടിന്റെ അവിടെ ആണെങ്കിലും ചുറ്റിനും തേക്കും കൂപ്പല്ലേ. അപ്പം അവിടുന്ന് ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് വീട് കാണാൻ വന്നപ്പോഴേ എല്ലാവരും പറയുമായിരുന്നു, ഒരു വനത്തിൽ നിന്ന് അടുത്ത വനത്തിലോട്ട് അമ്മയെ കെട്ടിച്ചു വിടുന്നത്. കാരണം ഇവിടെ വനമല്ലേ മൊത്തം. ഇത് കണ്ടോ, ഇതാണ് ഈ തേക്ക് മൂപ്പിന് അകത്തുള്ളൊരു സ്ഥലം കേട്ടോ. പനക്കച്ചറ പാലം എന്ന് പറയും.
ആനക്കുളം കവല, അങ്ങനെയൊക്കെ. ആനക്കുളം കവല എന്ന് പറഞ്ഞാൽ ഈ പാലം കയറി മേളിൽ ചെല്ലുന്ന സ്ഥലമാണ് ആനക്കുളം കവല. ഇതൊക്കെ പണ്ട് കാലത്ത് വലിച്ചനും വല്യമ്മയൊക്കെ ഇതിലെ അവരെല്ലാം നടന്ന് പൊക്കൊണ്ടിരുന്ന വഴികളായി. മുണ്ടക്കയത്ത് നിന്ന് കോരത്തോട് വരെ റോഡൊന്നും ഇല്ലായിരുന്നു. ആ അന്ന് അമ്മയെ ഞാൻ പറഞ്ഞില്ല, പപ്പായും അമ്മയൊക്കെ ഇല്ലേ, അവർ ഈ വഴിയൊക്കെ നടന്നാണ് മുരിക്കുമ്പയിൽ സ്കൂളിലൊക്കെ പോയി പഠിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇന്ന് ഇത്രയും സൗകര്യങ്ങളായില്ലേ. അപ്പം അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു. 15 കിലോമീറ്ററൊക്കെ നടക്കുന്ന അന്നൊന്നും വലിയ കാര്യമല്ല. അന്ന് മുണ്ടക്കയത്തുനിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഈ തലച്ചുമടയിലായിരുന്നു കൊണ്ടുപോകുന്നത്. വണ്ടിയൊന്നുമില്ല. അന്ന് കാളവണ്ടിയൊക്കെ അല്ലേ ഉള്ളൂ. എവിടെ? പോയിട്ട് വരാൻ കുറെ സമയം എടുക്കും. അന്ന് ഷോർട്ട് കട്ടൊക്കെ കുറെ കാണൂടാ. ഈ റോഡ് വന്നിരിക്കുന്ന വഴി തന്നെ അല്ലായിരിക്കുമല്ലോ. അതിലേക്ക് ചെറിയ ഷോർട്ട് കട്ട് വഴികളുണ്ട്. അതിലേക്കാ കയറി വരുന്നത്. ഈ ചെന്ന് നമ്മൾ ഈ 2 വളവ് തിരിഞ്ഞങ്ങ് ചെല്ലുന്ന സ്ഥലമാണ് ആനക്കുളം കവല എന്ന് പറയും. ആനക്കുളം കവല പനക്കച്ചിറയ്ക്ക് തൊട്ട് മുന്നേ ഉള്ള സ്ഥലമാണ്. ഈ ലെഫ്റ്റിലേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടോ, ഒരു റോഡ് കണ്ടോ? ആ റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്, അങ്ങോട്ടുള്ള വഴികളൊക്കെ. ഇതിലേക്ക് സീസൺ ആയി കഴിയുമ്പോൾ, ശബരിമല സീസൺ ആയി കഴിയുമ്പോൾ ഒത്തിരി കച്ചവടക്കാരും ഈ റോഡ് സൈഡിൽ ഒത്തിരി ആളുകളുണ്ട്. ഇവിടെ കടകളുണ്ട്, പൈനാപ്പിൾ കടയും ചായക്കടയെല്ലാമായിട്ട്. നമ്മൾ തേക്കുംകൂപ്പിൻ്റെ അതിര് കഴിഞ്ഞ് കേട്ടോ. തേക്കുംകൂപ്പ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നാട്ടിലേക്ക് വന്ന് കയറി. ഈ കയറി ചെല്ലുന്ന സ്ഥലമാണ് പനക്കച്ചിറ. അങ്ങനെ നമ്മൾ പനക്കച്ചിറ എത്തി കേട്ടോ. ഇതാണ് പനക്കച്ചിറ, ചെറിയൊരു ജംഗ്ഷനാണ്. ഇപ്പം നേരത്തെ കാലമൊക്കെ അത്യാവശ്യം കടകളൊക്കെ ആയി. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? പാറമട. പാറമട എന്ന് പറഞ്ഞാൽ സാധാരണ പാറ പൊട്ടിക്കുന്ന പാറമടയല്ല, ആ സ്ഥലത്തിൻ്റെ പേരാണ് പാറമട എന്ന് കേട്ടോ. പാറമട എന്ന് പറയുന്നത് ജംഗ്ഷൻ. ഇതൊക്കെ പഴയ പോലെ തന്നെ, വേറെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. 1-2 ചെറിയ കടകളൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ചെല്ലുന്ന സ്ഥലമാണ് മടുക്ക. അങ്ങനെ ഒരു സ്ഥലപ്പേര് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇവിടുത്തെ സ്ഥലപ്പേരെല്ലാം ഭയങ്കര വെറൈറ്റിയാടാ. മടുക്ക, കോസടി, ഏത് ഭാഷയാണെന്നുള്ള ഒരു പിടിയില്ല. മലയാള ഭാഷ. മടുക്ക എന്ന് പറഞ്ഞ സ്ഥലപ്പേരുണ്ട്. മടുക്ക എന്ന് പറഞ്ഞ വേറൊരു സംഭവമുണ്ട്. ഒരു മരമുണ്ട്, അറിയാവോ? ഒരു മരത്തിന്റെ പേരും മടുക്കാന്ന്. കടുക്ക അല്ല, മടുക്ക എന്ന് പറഞ്ഞൊരു സ്ഥലം, ഒരു മരമുണ്ട്, മടുക്ക. കാട്ടിലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ മടുക്ക ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇതാണ് മടുക്ക ജംഗ്ഷൻ. ഇവിടുന്ന് ഇനിയുണ്ട്. ഇനി പള്ളിപ്പടിയല്ല, ഇനി കോസടിയുണ്ട്. ഈ ലെഫ്റ്റിൽ കിടക്കുന്ന വഴിയുണ്ടോ, ലെഫ്റ്റിൽ. ഇതാണ് കൊമ്പൂത്തി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്ന വഴിയാണ്, കൊമ്പുകുത്തി. ഈ കൊമ്പുകുത്തിയൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലങ്ങളാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെ എപ്പോഴും ആനശല്യം. ഇപ്പം വാർത്ത നിറഞ്ഞെന്ന് പറഞ്ഞാൽ വന്യമൃഗശല്യം കാരണം അവിടെയുള്ള ആളുകൾ ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വർഷങ്ങളായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. അവിടേക്ക് ഇപ്പം ആളുകൾക്ക് വെളിയിലിറങ്ങാൻ പറ്റില്ലാത്ത അവസ്ഥയിലായി. അതുപോലെ ആനശല്യം, പുലി എന്ന് വേണ്ട എല്ലാ മൃഗങ്ങളും. ഇതിനൊന്നും നിയന്ത്രിക്കാൻ ആളുകളില്ലാത്തതുകൊണ്ട് അതുപോലെ ശല്യമായിട്ട് വന്നിരിക്കുകയാണ്. ഈ മലയോര ഗ്രാമങ്ങളിലുള്ള ആളുകൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ഈ മൃഗശല്യം കൊണ്ട്. അതുകൊണ്ടാ ശബരിമല പോയിട്ട് പോകുന്ന വണ്ടിയാണ്. ഓണത്തിന് ശബരിമല തൊഴാൻ പോയിട്ട് പോകുന്ന വണ്ടികള് കുറേ വണ്ടികളുണ്ട്. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടികളാണ് കൂടുതലും കണ്ടത്. കുഞ്ഞി, ഈ റൂട്ടിലുള്ള ഏറ്റവും വലിയൊരു ഇറക്കം കേട്ടോ ഇത്. ഇവിടെ ഭയങ്കര ആക്സിഡന്റ് ഉണ്ടാകുന്ന സ്ഥലമാണ്. ഈ മടുക്ക കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വരുമ്പം കോസടി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഇറക്കം. ഇറങ്ങി കോരത്തോട് റൂട്ടിനകത്ത് ഉള്ളതിലെ ഏറ്റവും വലിയൊരു ഇറക്കം ഇത്. ഇവിടെ ഒരു നല്ല വളവും ഒരു ഇറക്കവും കൂടെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ വണ്ടികൾ, പരിചയമില്ലാത്ത വണ്ടികൾ, ശബരിമല വാഹനങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ടൊക്കെ ചിലപ്പം താഴോട്ടൊക്കെ മറിഞ്ഞൊക്കെ വീഴാറുണ്ട്. പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാരണം മേളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ശ്രദ്ധിക്കാതെ ഇറങ്ങി വരും. ചിലപ്പം ഇത്ര കിലോമീറ്ററൊക്കെ ഓടി വരുമ്പോഴേ ആളുകൾ ചിലപ്പോൾ ഡ്രൈവറൊക്കെ മയങ്ങിയൊക്കെ ആയിരിക്കും വരുന്നത്. ഉറക്കമൊക്കെ ആയിട്ട് വരും. അങ്ങനെയൊക്കെ വന്നൊക്കെ ഒത്തിരി ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോസടി കഴിഞ്ഞു കേട്ടോ. ഇനി ചെല്ലുന്ന സ്ഥലം പള്ളിപ്പടി. അതിനിടെ 1-2 ചെറിയ ജംഗ്ഷനുകളൊക്കെ ഉണ്ട്. പള്ളിപ്പടി എത്തിയിരിക്കുകയാണ് കേട്ടോ. പള്ളിപ്പടി ഇത് കഴിഞ്ഞ് അടുപ്പുകല്ലാൽ പടി, അത് കഴിഞ്ഞാൽ കോരത്തോടാവും. ഈ പള്ളിപ്പടിയുടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ഇവിടെ ഒരു സെൻറ്റ് ജോർജ് ദേവാലയമൊക്കെ ഉണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് സ്കൂളുണ്ട്. ഞാനും ജലജയൊക്കെ ഈ സ്കൂളിലാണ് ആദ്യം പഠിച്ചത്. ഇവിടെ ആയിരുന്നു സ്കൂൾ. ഇത് കണ്ടോ? അത് പഴയ ബിൽഡിംഗ് എല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് അവരിപ്പോൾ പുതിയ ബിൽഡിംഗ് പണിതു.
പിന്നെ ഇവിടെ പുതിയതായിട്ടൊരു സെൻറ്റ് ജോർജ് പബ്ലിക് സ്കൂളും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ പുതിയ സ്കൂളാണ്. ഇപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കോരത്തോട്ടിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ കോരത്തോട് ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അച്ഛയുടെ മുഖം ഒന്ന് കാണിച്ചേടാ. അതിനാ കോരത്തോട് എത്തിയതിന്റെ സന്തോഷവും നിനക്കും ഉണ്ടല്ലോ ഒരു ചെറിയ സന്തോഷമൊക്കെ. അതിനാ നമ്മൾ ടൗണിലെത്തി കേട്ടോ. അത്രേ ഉള്ളൂ, കുറച്ച് സ്ഥലമൊക്കെ ഉള്ളൂ. ചെറിയൊരു കുടിയേറ്റ ഗ്രാമം. ഇപ്പം വീണ്ടും ആളുകളെല്ലാം ഇവിടുന്ന് കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗശല്യമൊക്കെ മൂലം ആളുകൾ ഒത്തിരി ഇവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. എല്ലാരും ഇവിടുന്ന് പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ആഗ്രഹം ഇവിടെ എങ്ങനെയും തിരിച്ചു വരണമെന്നുള്ളത്. അപ്പോൾ ഓണം പ്രമാണിച്ച് നമ്മൾ കോരത്തോട്ടി വന്ന് ഇനിയിപ്പം മേളിലെ വീട്ടിലേക്ക് കയറി പോയേക്കാം അല്ലേ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സ്കൂള്. CKM കുഞ്ഞിയൊക്കെ പഠിച്ച സ്കൂളാണ് കേട്ടോ. കുഞ്ഞി ചേട്ടാച്ചനൊക്കെ പഠിച്ച സ്കൂളാ. കുഞ്ഞി, ഇതൊക്കെയാണ് അച്ഛയും ആൻറ്റിയമ്മയൊക്കെ പഠിച്ച സ്കൂളാണ്. ഇന്നാൾ നമ്മളൊരു വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു പഴയ ഒരു ഓർമ്മകളാണ്. നിൻ്റെയൊക്കെ പ്രായം ഉണ്ടായിരുന്നപ്പോഴേ ഇവിടെ ആയിരുന്നു പഠിച്ചത്. നിങ്ങളും ആദ്യം ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇവിടെ നിന്നാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് കൂട്ടാറിന് പോയത്. എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ? അടിപൊളി സ്ഥലമല്ലേ, നല്ല സൂപ്പർ ഗ്രൗണ്ടും. ഈ ഗ്രൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്, എന്നാണെന്നറിയാമോ? ഈ ഗ്രൗണ്ടിൽ സ്പോർട്സിന് ഓടി പഠിച്ച ഒത്തിരി പിള്ളേർ, തോമസ് മാഷിൻ്റെ ശിക്ഷണത്തിൽ പഠിച്ച പിള്ളേർ ഒത്തിരി പേര് ഇന്ന് പല പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരാൾ നമ്മുടെ റിൻഡോ ചേട്ടനല്ലേ, റിൻഡോ ചേട്ടൻ്റെ വൈഫ് ടിയാന, പുള്ളിക്കാരിയൊക്കെ ഇവിടെ ഓടി സ്പോർട്സിനകത്തൂടെ തന്നെ ഒന്നാ. അതുപോലെ ഒത്തിരി പേരുണ്ട്, ഇഷ്ടംപോലെ എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്. അങ്ങനെ സ്പോർട്സിന് പേര് കേട്ട സ്കൂളായിരുന്നു. ഒരു 16 വർഷം സ്പോർട്സിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പായിരുന്നു കോരത്തോട് C. കേശവൻ മെമ്മോറിയൽ ഹൈസ്കൂള്. നമ്മുടെ ആദിത്യൻ ബായി നമുക്ക് സദ്യ കഴിക്കാനുള്ള ഇല വെട്ടുകയാണ്. എത്തുവാടാ, അങ്ങനെ വെട്ടല്ലേ, താഴേന്ന് വെട്ടാവുള്ളൂ. അത് നമുക്ക് ഇച്ചിരി കൂടെ മേലെ നിന്ന് വെട്ടിക്കാം. 2 3 മുറിച്ചെടുക്കാം. ഇനി ഇത് 2 മുറിച്ചെടുക്കാം. ഇത് കണ്ടോ പോപ്പി, സ്കൂൾ ഗ്രൗണ്ടിലത്തെ സൈഡിലത്തെ മരം. നല്ല തണുപ്പിൻ്റെ ചോട്ടിൽ നിന്നപ്പോൾ പൂവുണ്ടല്ലേ ഇതില്. ഒഴിഞ്ഞു തീർന്നതാന്ന് തോന്നുന്നു. മരം ഏതാണെന്നറിയത്തില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട് ഇവിടെ. ഞങ്ങൾ വന്നേ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും കൂടെ ഓണസദ്യയൊക്കെ കഴിച്ചു. വന്നപ്പം പേരും മഴയായിപ്പോയി. എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? ഓണം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മഴ ആയത് കൊണ്ടൊരു ചെറിയ കുഴപ്പം. സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സദ്യയൊക്കെ വലിയ നല്ല കുഴപ്പമായിരുന്നു. നല്ലായിരുന്നു. പായസം കുടിച്ചില്ലല്ലോ, അത് മറന്നുപോയല്ലോ. പായസം ഞാൻ കുടിച്ചു. ആണോ? ഞാൻ മറന്നുപോയായിരുന്നു. പായസം കുടിച്ചു, എല്ലാം കഴിഞ്ഞപ്പോഴേ എടുത്തു കൊണ്ടുപോയി. മറന്നുപോയായിരുന്നു. അമ്മച്ചി ഒരു ഓണപ്പാട്ട് പാടുവേ. ചാച്ചൻ അമ്മച്ചിയുടെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. മാവേലി നാടു വണിടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളി വചനം. അമ്മച്ചി പാടിയ പോലെ ഒരു പാട്ട് നിനക്ക് പാടാം. അയ്യോ, ഇത് എന്റെ പാട്ടിന്റെ ഒരു കലവറയാണ്. പാടാൻ പറഞ്ഞാൽ മതി, എന്നെ കീ കൊടുത്താൽ അമ്മച്ചി അങ്ങ് പാടിക്കോളൂ. ആ ബുക്ക് ഇങ്ങോട്ട് എടുത്തു തരാമെങ്കിൽ ഇപ്പൊ ഇഷ്ടം പോലെ പാടിക്കാം. പഴയ ഓണമാണ് ഇപ്പോഴത്തെ ഓണമാണ് അയച്ച നല്ലത്? ഇപ്പോഴത്തെ ഓണം ഫസ്റ്റ് ഓണമാണ്. അമ്മച്ചിക്ക് ഇപ്പോഴത്തെ ഓണമാണ് അമ്മച്ചി ഇഷ്ടം? ഇപ്പൊ ഉള്ളത് കൊണ്ട് ഇപ്പൊ തന്നെയാണ് ഇഷ്ടം. പഴയതിന് പോയാൽ നമ്മള് പഴയ ഓണത്തിനൊന്നും പോകാൻ പറ്റില്ലല്ലേ. അമ്മയെ സ്നേഹിപ്പിൻ നിങ്ങൾ എന്നും അമ്മയെ പൂജിപ്പിൻ നിങ്ങൾ. ഞാനും അനിയത്തിയൊക്കെ ഇന്നലെ വന്നതാ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇന്നലെ വന്നിട്ട് ഇന്ന് രാവിലെ തന്നെ പോയി. അവർക്കൊക്കെ മക്കളും മരുമക്കളും ഒക്കെ വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും കൂടെ ഇന്ന് ഉച്ചയ്ക്കും കൂടെ ഉണ്ടിട്ടേ പോകുന്നുള്ളതും കൊണ്ടാണ് നിന്നത്.
അപ്പം ഞങ്ങൾ ഓണമൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചു. ചാച്ചൻ്റെ അമ്മച്ചിയുടെ കൂടെ ഇരുന്ന് ഓണസദ്യയൊക്കെ ഉണ്ടു. അപ്പം ഞങ്ങൾ പോകാനുള്ള ഒരുക്കത്തിലായി ഇപ്പോൾ. ഇനി അടുത്ത വീട്ടിലേക്ക് ഓണം ഉണ്ണാൻ ഞങ്ങളൊന്ന് പോവുക. അപ്പൊ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.